മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച്, അല്ലെങ്കിൽ സാമന്തന സുവിശേഷങ്ങളിൽ മർക്കോസ് സുവിശേഷത്തിൽ അത് കുറച്ചുകൂടെ പ്രകടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ സുവിശേഷം ഡിപ്പെൻഡ് ചെയ്തത്. ഈശോ 3 ആവർത്തി ഇവരെ ഒരുക്കുന്നുണ്ട് പീഠാനുഭവം, കുരിശുമരണം. പക്ഷേ ഈശോ ഒരുക്കിയിട്ടും ഇവരുടെ ചിന്ത പോകുന്നത് മറ്റു പല റൂട്ടിലേക്കുമാണ്. നമുക്കും ചിലപ്പോൾ അങ്ങനെ പറ്റും. കർത്താവ് രക്ഷാകര പദ്ധതിയുടെ ഭാഗമായ ചില സഹനങ്ങളെ, കുരിശനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുമ്പോൾ നമ്മളതിലേക്ക് നോക്കുക പോലും ചെയ്യാതെ നമ്മൾ ഡിസ്ട്രാക്റ്റഡായി പോകുന്നു. എന്തുകൊണ്ട്? നമുക്ക് സഹനത്തെ ഭയമാണ്. നമുക്ക് സമൃദ്ധി മാത്രം മതി, സുഖം മാത്രം മതി. സുഖം മാത്രം തേടുന്ന ഒരു കേവല ക്രിസ്ത്യാനിയായി ചുരുങ്ങിപ്പോകരുത്. കാരണം കർത്താവ് രക്ഷ വാങ്ങിച്ചെടുത്തത് സുഖിച്ചല്ല, പാടുപീഡകൾ ഏറ്റെടുത്താണ് എന്നോർക്കണം. ഇനി പീഡകൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടരുത്. 3 കാരണം കൊണ്ട്. എന്ത്? നീ പീഡ സഹിക്കുമ്പോൾ ഓർക്കണം, നിന്നിൽ ഒരു സത്യമുണ്ടോ? ആ സത്യമുണ്ടെങ്കിൽ സത്യത്തിൻ്റെ നാഥൻ നിൻ്റെ സത്യത്തെ വെളിപ്പെടുന്ന കാലം നിനക്കായി ഒരുക്കും. 2, നീ ഭയപ്പെടേണ്ട. കാരണം എന്താ? പരമാവധി ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ശാരീരിക ഞെരുക്കം, ഒരു മാനസിക ക്ലേശം. അതിനപ്പുറത്ത് നിൻ്റെ ആത്മാവിൻ്റെ മേൽ അധികാരമുള്ളവനെക്കുറിച്ച് ചിന്തിക്കുക. 3, നീ വിലയുള്ളവനാണ്, അതുകൊണ്ട് ഭയപ്പെടേണ്ട. അവൻ്റെ ചോരയുടെ വിലയുണ്ട് നിനക്ക്.